വെൽക്കം ടു ഗ്രേസ് പാത്ത്. ഒരു മുറിവുണ്ടായാൽ രക്തം ശരിയായ രീതിയിൽ കട്ട പിടിക്കാത്തത് മൂലം അധിക രക്തസ്രാവം ഉണ്ടാക്കാൻ ഇടവരുത്തുന്ന പല രോഗങ്ങളുമുണ്ട്. ഇവയിൽ പാരമ്പര്യമായി കാണപ്പെടുന്നതും ജനിതക മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്നതുമായ ഒരു രോഗമാണ് ഹീമോഫീലിയ. ഈ രോഗത്തെക്കുറിച്ചും ഈ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ചും ആരൊക്കെയാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് എന്നുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഹീമോഫീലിയ? നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാനായി സഹായിക്കുന്ന 13ഓളം പ്രോട്ടീനുകളുണ്ട്. ഈ പ്രോട്ടീനുകളെയാണ് നാം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ചിലർക്ക് ഉണ്ടാകുന്ന ജനിതകപരമായ വ്യതിയാനങ്ങൾ കാരണം രക്തത്തിലെ ചില ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്, ഉദാഹരണമായിട്ട് ഫാക്ടർ 8, ഫാക്ടർ 9 ഇവയിലൊക്കെ ഉണ്ടാകുന്ന കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ. ഈ ഫാക്ടറുകൾക്കുണ്ടാകുന്ന കുറവിന് ആനുപാതികമായിരിക്കും ഈ രോഗത്തിന്റെ തീവ്രത. പാരമ്പര്യ രോഗമായതിനാൽ ജനന സമയത്ത് തന്നെ ലക്ഷണങ്ങൾ പ്രകടമാകാം. അപൂർവമായി മുതിർന്നവരിൽ ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ ഭാഗമായി ഹീമോഫീലിയ പോലെയുള്ള അവസ്ഥ കാണാം. ഇതിനെ നമ്മൾ അക്വയേർഡ് ഹീമോഫീലിയ എന്ന് പറയും. മനുഷ്യകോശങ്ങളിൽ XY എന്ന 2 തരം ക്രോമോസോമുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ഇതിൽ പുരുഷന്മാരിൽ XY എന്നും സ്ത്രീകളിൽ XX എന്ന രീതിയിലുമായിരിക്കും ഈ ക്രോമോസോം പെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള X ക്രോമോസോം ബാധിച്ച പുരുഷന്മാരിൽ ആണ് അധികമായും ഹീമോഫീലിയ എന്ന രോഗം കാണപ്പെടുക. കാരണം ഈ ഹീമോഫീലിയ ഉണ്ടാക്കുന്ന ഫാക്ടറുകളുടെ ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് X ക്രോമസോമുകളിലാണ്. അഫക്റ്റഡ് X ക്രോമസോം ഉള്ള സ്ത്രീകൾക്ക് ഒരു നോർമൽ X ക്രോമസോം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടായാൽ അവർ ഈ രോഗത്തിന്റെ വാഹകർ അഥവാ കാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. 2 X ക്രോമോസോമും അഫക്റ്റഡ് ആകുന്ന അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്ക് ഹീമോഫീലിയ രോഗം ബാധിക്കൂ. എങ്കിലും ഈ ഹീമോഫീലിയയുടെ വാഹകരായ സ്ത്രീകളിലും ചിലപ്പോൾ ബ്ലീഡിംഗ് സിംറ്റംസ് കാണപ്പെടാം. പ്രധാനമായും സ്പോണ്ടേനിയസ് ബ്ലീഡിംഗ്, അതായത് ഒരു തട്ടലോ മുട്ടലോ അങ്ങനെ ഒരു ട്രോമയും ഇല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് ഈ ഹീമോഫീലിയ രോഗത്തിന്റെ ലക്ഷണമായി കാണുക. എന്നാലും ശസ്ത്രക്രിയയോ എല്ലാം തുടർന്നുണ്ടാകുന്ന മുറിവുകൾ അല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ട്രോമ മൂലം ഉണ്ടാകുന്ന മുറിവുകൾ, ഇവയിൽ നിന്നെല്ലാം അമിതമായി രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയും ഹീമോഫീലിയയിൽ കാണാറുണ്ട്. ഇനി ആരൊക്കെയാണ് ഈ ഹീമോഫീലിയ രോഗമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്? നമ്മൾ പറഞ്ഞു, ഇത് പാരമ്പര്യമായി വരുന്നതും ചില ജനിതക മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്നതുമായ രോഗമാണ്. അതുകൊണ്ട് തന്നെ ജനന സമയത്ത് തന്നെ നമുക്ക് ലക്ഷണങ്ങൾ പ്രകടമാകാം. ഇനി ഹിസ്റ്ററി ഉള്ളവർക്ക്, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ചിലപ്പോൾ നമ്മൾക്ക് അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞിന് ഈ രോഗമുണ്ടോ എന്ന് നിർണ്ണയിക്കേണ്ട സന്ദർഭങ്ങളും വരാറുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും അമിതമായ രക്തസ്രാവം ഉള്ള ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹീമോഫീലിയ എന്ന രോഗമുണ്ടോ എന്ന് നിർണ്ണയിക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞു, കുടുംബത്തിൽ ആർക്കെങ്കിലും ഹീമോഫീലിയയുടെ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ അമ്മമാർ ഹീമോഫീലിയ രോഗത്തിന്റെ കാരിയേഴ്സ് ആണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഈ രോഗമുണ്ടോ എന്ന് അറിയാനായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ചില ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. അതിലൊന്നാണ് അമ്നിയോസെന്റസിസ്, അതായത് കുഞ്ഞിനെ ആവരണം ചെയ്യുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് അതിൽ നടത്തുന്ന ചില ടെസ്റ്റുകൾ. പിന്നെ മറ്റൊന്നാണ് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്. ഈ ടെസ്റ്റുകളിലൂടെ അമ്മയുടെ ഗർഭസ്ഥ ശിശുവിൽ തന്നെ നമുക്ക് ഈ രോഗനിർണയം ചെയ്യാവുന്നതാണ്. ഇനി ജനിച്ച കുഞ്ഞുങ്ങളിൽ
ഉടൻ തന്നെ നമുക്ക് കുഞ്ഞിന്റെ പൊക്കിൾ കൊടിയിൽ നിന്നുള്ള രക്തസാമ്പിളിൽ ഫാക്ടർ 8, ഫാക്ടർ 9 എന്നിവയുടെ അളവ് കണ്ടെത്തി രോഗനിർണയം ചെയ്യാവുന്നതാണ്. ഇതിൽ ഫാക്ടർ 8ന്റെ അളവ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഹീമോഫീലിയ എന്ന രോഗമുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ ഫാക്ടർ 9ന്റെ കാര്യത്തിൽ ഈ അംബ്ലിക്കൽ കോഡ് സാമ്പിളിൽ ഫാക്ടർ 9ന്റെ അളവ് കുറവായിരുന്നാൽ പോലും ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഹീമോഫീലിയ ബി നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയൂ. ഇനി ജനിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനന സമയത്ത് അതൊരു ഡിഫിക്കൽട്ട് ഡെലിവറി ആണെങ്കിൽ, പ്രത്യേകിച്ചും വാക്വമോ ഫോസപ്സോ എന്തെങ്കിലും കുഞ്ഞിന്റെ ഡെലിവറിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഈ തലയോട്ടിയിൽ ഉണ്ടാവുന്ന ഹെമറ്റോമ, തലച്ചോറിൽ ഉണ്ടാകുന്ന ബ്ലീഡ്, അതൊക്കെ ഈ ഹീമോഫീലിയ രോഗത്തിലേക്ക് നമുക്ക് വെളിച്ചം വീശുന്ന ചില ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾക്ക് വേണ്ടി ബ്ലഡ് എടുക്കുന്ന സമയത്ത് ആ മുറിവുകളിൽ നിന്ന് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുക, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്ത് പെട്ടെന്ന് രക്തം പൊടിയുന്നത് പോലെയുള്ള അവസ്ഥ, ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ ഹീമോഫീലിയ രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഇനി തീവ്രമായ രോഗമുള്ളവരിൽ ജനനസമയത്ത് കണ്ടെത്തിയില്ലെങ്കിലും ഒരു വയസ്സിനുള്ളിൽ തന്നെ ഇത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കുഞ്ഞ് ഇഴയാനും മുട്ടിൽ നടക്കാനും ഒക്കെ തുടങ്ങുന്ന സമയത്തുണ്ടാകുന്ന തട്ടലും മുട്ടലുകളും ഒക്കെ കുഞ്ഞിന് ഗുരുതരമായ ബ്ലീഡിങ് ഉണ്ടാക്കാനായിട്ട് ഇടവരുത്തും. പ്രത്യേകിച്ചും ഈ കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത് ജോയിന്റിലേക്കുള്ള ബ്ലീഡിങ്, അതുപോലെ തന്നെ സ്കിന്നിലും മസിലിലും ഒക്കെ ഉണ്ടാവുന്ന രക്തം കട്ട പിടിക്കുന്ന രീതിയിലുള്ള ബ്ലീഡിങ്, നമ്മൾ ഹെമറ്റോമ എന്ന് പറയും. അതുപോലെ തന്നെ വാക്സിനുകളും മറ്റും കൊടുക്കുമ്പോൾ ഹെമറ്റോമ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെ പല്ലൊക്കെ ഇളകുമ്പോൾ ആ ഒരു സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാകാം. അതുപോലെ തന്നെ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇടമാണ് മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥ കാണാം. അതുപോലെ തന്നെ മൂത്രത്തിലോ മലത്തിലോ ഒക്കെ രക്തത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ തലച്ചോറിലോട്ടോ ഒക്കെ ബ്ലീഡിങ് വരുന്നത് കൊണ്ട് തന്നെ എപ്പിലെപ്സി, അതായത് അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങളും പ്രകടമാകാം. ഇനി ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാത്ത മുറിവുകൾ ഉണ്ടായാലോ ഉണ്ടാകുന്ന അമിതമായ രക്തസ്രാവം എപ്പോഴും ഈ ഹീമോഫീലിയ രോഗത്തിൻ്റെതാണോ എന്ന് ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, മുതിർന്നവരിലും ചിലപ്പോൾ ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ ഭാഗമായിട്ട് ഹീമോഫീലിയ ഉണ്ടാവാം. ഇതിനെയാണ് നമ്മൾ അക്വയർഡ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഗർഭാവസ്ഥയിൽ നമുക്കിത് കണ്ടെത്താനായിട്ട് അമ്നിയോസെന്റസിസ്, കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്നിവ ചെയ്യാം. അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. അതിൽ പ്രധാനമായിട്ടും കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, PT ടെസ്റ്റ്, APTT ടെസ്റ്റ്, ഫൈബ്രിനോജൻ ടെസ്റ്റ്, അവയൊക്കെയാണ് നമ്മൾ സ്ക്രീനിങ്ങിനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുക. അതുകൂടാതെ പിന്നീട് ഈ ഹീമോഫീലിയ ഉറപ്പാക്കാനായിട്ട് നമുക്ക് ഫാക്ടർ അസൈസും ചെയ്തു നോക്കാം. അപ്പോൾ പ്രധാനമായി ഈ ടെസ്റ്റുകളെ പറ്റി നമുക്ക് പറയാം. ഏതൊക്കെ തരം ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ ഒരു കൊയാഗുലേഷൻ കാസ്കേഡ് തന്നെ ഉണ്ടാകും. അതായത് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുകയും അതിൻ്റെ അവസാനം ഒരു ഫൈബ്രിൻ ക്ലോട്ട് ഫോം ചെയ്ത് ആ ബ്ലീഡിങ് നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യും. ഇതിന് പ്രധാനമായും 3 പാത്വേസ് ആണുള്ളത്. അതിൽ ഒരു ഇൻട്രിൻസിക് പാത്വേ ഉണ്ട്, ഒരു എക്സ്ട്രിൻസിക് പാത്വേ ഉണ്ട്. ഈ ഇൻട്രിൻസിക് പാത്വേയും എക്സ്ട്രിൻസിക് പാത്വേയും പിന്നീട് ഒരു കോമൺ
പാത്വേയിലേക്ക് നയിക്കുകയും അതിന്റെ അവസാനമായിട്ടാണ് ഈ ഫൈബ്രിൻ പ്ലോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നത്. ഈ ടെസ്റ്റുകളിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് ഏറ്റവും പ്രിലിമിനറി ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റ്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ നമുക്ക് അറിയാം ഹീമോഗ്ലോബിൻ, നമ്മുടെ WBCയുടെയും പ്ലേറ്റ്ലെറ്റിന്റെയും മറ്റ് കൗണ്ടുകളും എല്ലാം നമുക്ക് ലഭ്യമാകും. ബ്ലീഡിങ് അമിതമായുള്ള സമയത്ത് ഹീമോഗ്ലോബിൻ കുറവുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ഈ CBC നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അറിയാനും CBC ഹെൽപ്പ് ചെയ്യും. കാരണം ചിലപ്പോൾ അമിതമായിട്ടുള്ള ബ്ലീഡിങ് പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് മൂലവും ആകാം. അപ്പൊ അത് കണ്ടെത്താനായിട്ട് CBC ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊന്നാണ് പ്രോത്രോംബിൻ ടെസ്റ്റ്. ഈ പ്രോത്രോംബിൻ ടെസ്റ്റില് ബ്ലഡിലെ ലിക്വിഡ് പോർഷനായ പ്ലാസ്മ ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കൊയാഗുലേഷൻ കാസ്കേഡ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതില് എക്സ്ട്രിൻസിക് പാത്വേ അത് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിട്ടാണ് പ്രധാനമായിട്ടും ഈ പ്രോത്രോംബിൻ ടൈം ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നോർമലി പ്രോത്രോംബിൻ ടൈം 9.4 to 12.5 സെക്കൻഡ്സ് ആയിരിക്കും. ഇനി പല ലാബുകളിലെ ടെസ്റ്റുകളിൽ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ പ്രോത്രോംബിൻ ടൈമിന്റെ റിപ്പോർട്ട് ഒന്ന് സ്റ്റാൻഡർഡൈസ്ഡ് ആക്കാനായിട്ട് നമ്മൾ മറ്റൊരു ടേം യൂസ് ചെയ്യും. അതാണ് ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ അഥവാ INR. ഇവിടെ നമ്മൾ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന റിയേജൻസിന്റെ സെൻസിറ്റിവിറ്റി കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ INR റിപ്പോർട്ട് ചെയ്യുക. അപ്പം സാധാരണഗതിയിൽ INR റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യന്റിന്റെ പ്രോത്രോംബിൻ വാല്യൂ എടുക്കും. അതുപോലെ തന്നെ ഒരു കൺട്രോൾ വാല്യൂ, അതായത് നോർമലായിട്ട് PT ഉള്ള ഒരാളുടെ വാല്യൂ എടുക്കും. അവ തമ്മിലുള്ള റേഷ്യോ എടുക്കും. അതിനോടൊപ്പം റിയേജന്റിന്റെ സെൻസിറ്റിവിറ്റി കൂടി ചേർത്തിട്ടാണ് ഈ INR റിപ്പോർട്ട് ചെയ്യുക. INRന്റെ നോർമൽ റേഞ്ച് സാധാരണഗതിയിൽ 0.9 to 1.1 ആണ്. എന്നാൽ നമുക്കറിയാം പ്രധാനമായും ഈ PT ടെസ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാർഫാരിൻ പോലെയുള്ള ആന്റികോയാഗുലന്റ് യൂസ് ചെയ്യുന്നവരിലാണ്. അപ്പൊ വാർഫാരിൻ ഒക്കെ കഴിക്കുന്നവരിൽ 2 to 3 വരെ നമുക്ക് INR പെർമിറ്റ് ചെയ്യാം. ഇനി മറ്റൊരു ടെസ്റ്റാണ് APTT അഥവാ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കൊയാഗുലേഷൻ കാസ്കേഡിലെ ഇൻട്രിൻസിക് കൊയാഗുലേഷൻ പാത്വേയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് APTT. ഇതിന്റെ നോർമൽ വാല്യൂ 29 to 43 സെക്കൻഡ്സ് ആണ്. ഇനി മറ്റൊരു ടെസ്റ്റാണ് ഫൈബ്രിനോജിൻ ടെസ്റ്റ്. നമുക്കറിയാം ഫൈബ്രിനോജിൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 13 കൊയാഗുലേഷൻ ഫാക്ടേഴ്സിലെ ഫാക്ടർ നമ്പർ 1 ആണ് ഫൈബ്രിനോജിൻ. ഈ ഫൈബ്രിനോജിൻ കുറയുന്നവരിലും അമിതമായ രക്തസ്രാവം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ രക്തസ്രാവമുള്ള ഒരാളിൽ ഫൈബ്രിനോജിൻ ടെസ്റ്റ് ചെയ്യും. ഫൈബ്രിനോജിൻ കുറഞ്ഞിട്ടാണോ ബ്ലീഡിങ് എന്ന് ഉറപ്പാക്കാനായിട്ട് ഈ ഫൈബ്രിനോജിൻ ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് നോർമലാണ്, PT നോർമലാണ്, ഫൈബ്രിനോജിനും നോർമലാണ്. പക്ഷേ APTT അബ്നോർമൽ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഹീമോഫീലിയ ആണോ എന്ന് നമ്മൾ സംശയിക്കണം. ഒരിക്കൽ കൂടി പറയാം, പ്ലേറ്റ്ലെറ്റ് നോർമലാണ്, PT നോർമലാണ്, ഫൈബ്രിനോജിൻ നോർമലാണ്. എന്നാൽ APTT നോർമലിനേക്കാളും കൂടിയിരിക്കുന്ന അവസ്ഥകളിലാണ് നമ്മൾ ഹീമോഫീലിയ സസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന സമയത്ത് APTT കൂടിയിരിക്കുന്ന സമയത്ത് ചില മിക്സിംഗ് സ്റ്റഡീസ് നമ്മൾ ചെയ്തു നോക്കും. അതായത് ഈ പേഷ്യന്റിന്റെ പ്ലാസ്മയും നോർമൽ ഒരു പ്ലാസ്മയും കൂടി ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തിട്ട് APTT റിപ്പീറ്റ് ചെയ്ത് നോക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ APTT നോർമൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇത് ഏതോ ഒരു കൊയാഗുലേഷൻ ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അത് ചില അവസരങ്ങളിൽ ഈ APTT മിക്സിംഗ് സ്റ്റഡീസിലും അബ്നോർമൽ ആയിട്ട് തന്നെ കാണും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഹിബിറ്റർ ഉണ്ടോ എന്ന്
നമുക്കൊരു സംശയം വരേണ്ടതാണ്. ഈ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാക്ടറിനെതിരെയുള്ള ആന്റിബോഡി ആകാം, അല്ലെങ്കിൽ ലൂപ്പസ് ആന്റികോയാഗുലന്റ് പോലെയുള്ള നോൺ സ്പെസിഫിക് ആന്റിബോഡീസ് ആകാം, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് നാം കഴിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ, അതായത് ആന്റികോയാഗുലൻസ് ആകാം. ഇതൊക്കെ മിക്സിംഗ് സ്റ്റഡീസിൽ പോലും APTT കറക്റ്റഡ് ആവാതിരിക്കാനുള്ള റീസണുകളാണ്. പിന്നെ മറ്റൊന്നാണ് ഫാക്ടർ അസൈസ്. അതായത് ഈ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എത്രത്തോളം രക്തത്തിലുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ ഫാക്ടർ അസൈസ് എന്ന് പറയുക. അപ്പോൾ രക്തത്തിലെ ഫാക്ടർ 8-ന്റെയും ഫാക്ടർ 9-ന്റെയും അളവ് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ അളവ് കണ്ടെത്തുന്നതിലൂടെ ഫാക്ടർ 8 ആണോ ഫാക്ടർ 9 ആണോ കുറവ് എന്ന് കണ്ടെത്താം. അങ്ങനെ ഹീമോഫീലിയ A ആണോ B ആണോ എന്ന് കൃത്യമായിട്ട് കണ്ടെത്താനും നമുക്ക് സാധിക്കും. അങ്ങനെ കണ്ടെത്തുന്നത് മാത്രമല്ല, ഈ രോഗത്തിന്റെ സിവിയറിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഈ കൊയാഗുലേഷൻ ഫാക്ടറിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഈ രോഗത്തിന്റെ സിവിയറിറ്റി കണ്ടെത്തുക. ആ അളവ് കണ്ടെത്തുന്നതിലൂടെ ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മളെ അത് സഹായിക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സിന്റെ ഫാക്ടർ 8 ആണെങ്കിലും ഫാക്ടർ 9 ആണെങ്കിലും അതിന്റെ ഒരു നോർമൽ റേഞ്ച് 50% to 150% ആണ്. ഹീമോഫീലിയ മൈൽഡ് എന്ന് നമ്മൾ പറയുന്നത് ഇതിൽ 40% കുറയുകയും എന്നാൽ 5% കൂടുതലായിരിക്കുന്ന അവസ്ഥയാണ് മൈൽഡ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇത് 5% കുറയുകയും 1% കൂടി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയെ മോഡറേറ്റ് ഹീമോഫീലിയ എന്ന് പറയും. എന്നാൽ 1% ഫാക്ടർ ആക്ടിവിറ്റി 1%-നും താഴെയാവുന്ന അവസ്ഥകളെയാണ് നമ്മൾ സിവിയർ ഹീമോഫീലിയ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിവിയർ ഹീമോഫീലിയ ആണെങ്കിൽ നമുക്ക് ജനിച്ച് 1 വയസ്സിനുള്ളിൽ തന്നെ മിക്കവാറും ലക്ഷണങ്ങൾ പ്രകടമാവുകയും അസുഖം ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. ഇനി സബ് ഹീമോഫീലിയ എന്നൊരു അവസ്ഥ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫാക്ടേഴ്സിന്റെ നോർമൽ ലെവൽ 50% to 150% ആണ്. പക്ഷെ മൈൽഡ് ഹീമോഫീലിയ എന്നെങ്കിലും നമുക്ക് പറയണമെങ്കിൽ 40%-ൽ താഴെ ആയിരിക്കണം ഫാക്ടർ ആക്ടിവിറ്റി. അപ്പോൾ ഈ 50-ക്കും 40-ക്കും ഇടയിൽ വരുന്ന ആ ഒരു വിഭാഗത്തെയാണ് നമ്മൾ സബ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. സബ് ഹീമോഫീലിയ ഉള്ള ആളുകൾക്കും ചില അവസരങ്ങളിൽ ലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട്. സ്വാഭാവികമായി തന്നെ ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാരമ്പര്യ ജനിതക രോഗമാണ് ഹീമോഫീലിയ. ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ടെസ്റ്റുകൾ വഴി രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. തീവ്ര രോഗമുള്ളവർക്ക് ജനിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ പ്രകടമാവുകയും രോഗനിർണയം നടത്താനാവുകയും ചെയ്യും. എന്നാൽ തീവ്രത കുറഞ്ഞ അവസരങ്ങളിൽ പിന്നീട് നടത്തുന്ന ബ്ലഡ് ടെസ്റ്റുകളിലൂടെ ആയിരിക്കും രോഗം കണ്ടെത്താനാകുന്നത്. ജീൻ ടെസ്റ്റിങ്ങിലൂടെ, ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെ ഈ രോഗം ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കാരിയർ സ്റ്റേറ്റും മറ്റും കണ്ടെത്താനും ഈ ജീൻ ടെസ്റ്റുകൾ സഹായിക്കും. സ്പെസിഫിക് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് നമുക്കിപ്പോൾ കമേഴ്സ്യലി അവൈലബിൾ ആണ്. ഇവ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് തെറാപ്യൂട്ടിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലീഡിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രൊഫൈലാക്റ്റിക് ആയിട്ടും ഈ ഫാക്ടേഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ജീൻ തെറാപ്പിയും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതുപോലെ ഈ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും ജീൻ തെറാപ്പിയും ഒക്കെ ഈ ഹീമോഫീലിയ ഉള്ള രോഗികളെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ ഇപ്പോൾ പ്രാപ്തരാക്കുന്നുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഹീമോഫീലിയ എന്ന രോഗത്തെ പറ്റിയും അതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളെ പറ്റിയും ഒക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.